നിഷാദ പാടും 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 പൂങ്കുയിലിന്റെ പാടും പാടും പൂങ്കുയിൽ പാടും അമ്പേറ്റ് വീണ. അയ്യോ, ഇതെന്ത് പറ്റി? പ്രസവ വേദന. സൃഷ്ടി എന്റെ മനസ്സ് കിടന്ന് പിടയുകയാണ്. എന്തിന്? വേടന്റെ അമ്പേറ്റ് വീണ ഇടക്കിളികളിൽ ഒരു കിളിയെ ഞാനിന്ന് കണ്ടു. ആ വേദനയിൽ തേങ്ങിക്കരഞ്ഞ് മാ നിഷാദ എന്ന് പാടിയ ആദി കവിയുടെ ഹൃദയം ഞാനിന്ന് കണ്ടു. എവിടെ വെച്ച് കണ്ടു? നീ സിനിമയ്ക്ക് പോയടാ. ഇന്ന് ഷോക്കേറ്റ് പിടഞ്ഞ് പിടഞ്ഞ് മരിച്ച മാടപ്രാവായിരുന്നു ആ കിളി. പിടഞ്ഞ് പിടഞ്ഞൊന്നുമല്ല മരിച്ചത്, മോളിൽ നിന്ന് വീണപ്പോഴേ ചത്തിരുന്നു. നീയായിരുന്നു ആ കാട്ടാളൻ. കാട്ടാളൻ കൃഷ്ണപ്പണിക്ക്. അതാര്? നിന്റെ തന്ത. കേൾക്ക്, അന്ന് ഇണക്കിളിയുടെ മരണത്തിൽ നിന്ന് ആദി കാവ്യമുണ്ടായി. ഇന്ന് ഒരു ഇണപ്രാവിന്റെ മരണത്തിൽ നിന്ന് പ്രേമ കാവ്യം ജനിക്കുകയാണ്. സർഗവേദനയിൽ ഞാൻ കിടന്ന് പുഴയുകയാണ്. ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി നിനക്ക് ഷോക്ക് അടിപ്പിക്കേണ്ട ടൈമായി. ഷോക്ക? പോടാ. ഒരു കവിയുടെ ആത്മനൊമ്പരം നിനക്ക് മനസ്സിലാവില്ല. അമ്മായി, സുഭദ്രമായി, എവിടെ പോയി കിടക്കുക? അമ്മായി, രാവിലെ ഇത് ഏതായി കുരിശ്? രാധ, ദേവകിയുടെ മോള. ഓ, ഞാൻ കുഞ്ഞിലെ എങ്ങാണ്ട് കണ്ടതാ. ഇവളെ പേടിച്ചാണ് മാവാ സത്യമായി ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങളെല്ലാരും കൂടി ഇവിടെ ഇരിക്കായിരുന്നോ? എന്റെ കുമാരേട്ടനെവിടെ? ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. എവിടെങ്കിലും ഉണ്ടല്ലോ. ഓ, എനിക്കത് മതി. അയ്യോ, പാർവതിയും ലക്ഷ്മിയും ഒക്കെ എന്തോരങ്ങ് വളർന്നു പോയിട്ട് ഞാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. വിളിച്ചേ. ഇനി ഞാനും തിന്നോട്ടെ. എന്താ ഇതോ? നാരങ്ങ മുട്ടായി. അയ്യോ, ഇതാര്? ഞങ്ങളുടെ അച്ഛൻ ചത്തുപോയ നാരായണൻകുട്ടി മാവനോ? അയ്യോ, സോറി, അറിഞ്ഞില്ലേ. രാജേച്ചിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. അയ്യോ, എനിക്കിപ്പോ തീരെ വിശപ്പില്ല. കണ്ടാലും തോന്നും. അതെ, കുട്ടിമാവൻ വന്നിട്ട് ഒന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ താറാമ്പട്ട പുഴുങ്ങിയത്, അലുവ വിളയിച്ചത് എല്ലാം ഉണ്ട് പെട്ടിക്കകത്ത്. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ടെടുത്ത് തരാം. ഇന്നൊന്നും വേണ്ട, നാളെ മറ്റന്നാളൊക്കെ എടുത്ത് തന്നാ മതി. ഞാനിന്ന് വന്നാലേ ഉള്ളൂ. ഓ, അപ്പൊ സ്ഥിരതാമസത്തിന് അങ്ങനൊന്നുമില്ല, ഒരു 2-3 മാസം. അയ്യോ, അതെന്താ? വേറൊന്നും കിട്ടിയില്ലേ? ഇതാണോ ഇവിടുത്തെ യൂണിഫോം? ഇതെനിക്ക് കുട്ടിമാമൻ ഗൾഫിൽ കൊണ്ടുവന്നതാ. നീ എന്തിനാ ഇങ്ങോട്ട്? ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ എത്ര ദിവസമാണ് ഞാൻ കാത്തിരിക്കുന്നു. ഇനി ഞാൻ കുമാരേട്ടനെ കൊണ്ടേ പോകും. എന്നെ കൊണ്ടേ പോവില്ലേ? കോളേജിൽ പോവാ. ചേച്ചിക്ക് എന്താ പാലിനോട് ഇത്ര താല്പര്യം? പാല് കുടിക്കാനുള്ളതല്ലേ, അതെന്തിനാ വെറുതെ വെച്ച് തണുപ്പിക്കുന്നത്? അധിക നേരം വെച്ചിരുന്നാലേ തൈരായി പോവും, അറിയാമോ? പോയിട്ടോ. കഥാകാലക്ഷേപവും ഓട്ടം തുള്ളലുമാണ് പരിപാടിയെങ്കിൽ ദയവ് ചെയ്ത് ഇക്കൊല്ലത്തെ ഉത്സവ കമ്മിറ്റിയിൽ ഞങ്ങളെ ചേർക്കരുത്. എന്നാ യേശുദാസിന്റെ ഗാനമേള വെക്കാം. യേശുദാസിന്റെ ഗാനമേള വേണമെന്നല്ല, പക്ഷെ കരക്കാരുടെ കാശ് പിരിച്ച് പരിപാടി നടത്തുമ്പോ അത് മെനക്ക് വേണമെന്നേ പറഞ്ഞുള്ളൂ. നീയൊക്കെ കൂടി മെനകേടാക്കാതിരുന്നാ മതി. മെനകേടാക്കുന്നത് ഞങ്ങളല്ലല്ലോ പ്രസിഡന്റ്. നടിയുടെ സൗകര്യം നോക്കി നാടകവും പെണ്ണുങ്ങളുടെ എണ്ണം നോക്കി ബാലയും ബുക്ക് ചെയ്താലും മെനകേടെന്ന് മാത്രമല്ല അമ്പലപ്പറമ്പ് കൂടെ വിളക്കാവും. നിർത്തറ, അമ്പലം ഞങ്ങളുടേത്, ആ ഊരായ്മയും ഞങ്ങൾക്കാ. ഉത്സവം എങ്ങനെ നടത്തണമെന്ന് ഞാൻ നിശ്ചയിക്കും. ചുമ്മാ ചൂടാകാതെ തിരുമേനി. ഊരായ്മ വേറെ, ഉടമസ്ഥര് വേറെ. ശാന്തിക്ക് ശാപ്പാടിനും കൊടുക്കാൻ വകയില്ലാത്തതുകൊണ്ടല്ലേ അമ്പലം ദേവസ്വത്തിന് വിട്ടുകൊടുത്തത്. ഇപ്പൊ ഉടമസ്ഥര് നാട്ടുകാരാ. അത് പറയാൻ നീ ആരാടാ? അത് എന്നെ വിളിച്ചു വരുത്തിയ നാട്ടുകാർ പറയും. തിരുമേനി, അമ്പലം നാട്ടുകാരുടെ ആണെങ്കിൽ അവര് തീരുമാനിക്കും ഉത്സവം എങ്ങനെ നടത്തണമെന്ന്. എന്നാലാ ഉത്സവം എനിക്കൊന്ന് കാണണം. വരണടാ. പോകയായി. ഇനിയിപ്പോ ഉത്സവം എങ്ങനെയാ നടത്തുന്നേ? ഈ നാട്ടിൽ കാശുള്ളവര് വേറെ ഉണ്ടല്ലോ. അതാരാ ഈ നാട്ടിൽ പൈസ ഉള്ള വേറെ ആള്? നമ്മുടെ നാരായണൻകുട്ടിയേട്ടൻ അല്ലാതായി. പക്ഷെ ഒരു കാര്യം, അതിന് ഞങ്ങൾ വരില്ല. നിങ്ങൾ നാട്ടുകാരെ തന്നെ പോയി സമ്മതിപ്പിക്കണം. അനിയൻ തിരുമേനി വെല്ലു വിളിച്ചിട്ട് പോയത് കേട്ടല്ലോ. ഇനി ഉത്സവം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അത് മറക്കരുത്. അതെ. കുടിക്കാൻ എന്താ വേണ്ടത്? പാല് തന്നെ ആയിക്കോട്ടെ സുഭദ്രേ.
സെക്കൻഡ് ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും. ഓടാ അവിടുന്ന് നീർക്കോലി. ഞാൻ പോവാം. പാല്. ഇന്ന് മഴ ഉറപ്പാ. എന്ത് കാറ്റാ. എന്നാ കറണ്ട് ഇപ്പൊ പോവും. അതെന്താ? ഇവിടെ അങ്ങനെയാ, കാറ്റ് വന്നാ കറണ്ട് അപ്പൊ പോവും. ലൂസ് കോണ്ടാക്റ്റാ. ഈ പാൽ ആർക്കമ്മായി? കുട്ടിമാവനായിരിക്കും അല്ലേ? ഇതൊന്നും ഉണ്ടായി കൊടുക്കാവോ? പിന്നെന്താ, ഇതരൂ. എന്റെ കൈ കാല് പറയ്ക്കും. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. അയ്യോ, പാതിരാത്രിയിൽ പാലുമായി വന്നൊരു പാവം പിടിച്ച പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നതാണോ കുട്ടിമാമ നിങ്ങളുടെ കുലീനത്വം? ഞാനിനി എന്റെ അമ്മായിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? വയസ്സായിട്ടും പഴയ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അല്ലേ? സുഭദ്രേ, ഞാൻ ഇറങ്ങിപ്പോടി. പോരുത്, ഇറങ്ങിപ്പോ. ഒടുക്കത്തെ കറണ്ട് പോക്ക്. ഞാൻ പണ്ടേ ഈ പോസ്റ്റ് എനിക്ക് പാരയാ. എന്റെ ജീവിതം തൊലച്ചതേ ഈ ലൂസ് കോണ്ടാക്റ്റാ. ഇല്ല, ഇത് ഞാൻ ഈ ശരിയെ അയ്യോ ഭഗവാനെ, ഏഴ് താഴെ പോയല്ലോ. പിന്നെ നീ എനിക്ക് പാരയായല്ലോ. ഞാൻ എങ്ങനെ താഴെ ഇറങ്ങാൻ പോകുന്നുണ്ടോ? നമ്മൾ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ ഈ നാട്ടില് മറ്റാരെക്കാളും മേലെയാ നാരായണൻകുട്ടി ചേട്ടൻ. അതേടാ, എല്ലാരേക്കാളും മേലെയാ ഞാനിപ്പോ. അയ്യോ അയ്യോ ചേട്ടാ, ചേട്ടൻ എന്ത് പറ്റി? അതൊക്കെ പിന്നെ പറയാം. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ ആ ഏരിയ എടുത്ത് എന്നെ ഇവിടുന്ന് ഇറക്ക്. അതിനു മുമ്പ് ഒരു കാര്യം സമ്മതിക്കണം. എന്ത് വേണമെങ്കിലും സമ്മതിക്കാം. ചേട്ടൻ പ്രസിഡന്റ് ആവണം. പ്രസിഡന്റ് അല്ല, പ്രധാനമന്ത്രി വേണമെങ്കിലും ആകാം. ആദ്യം നീ എന്നെ ഇവിടുന്ന് താഴെ ഇറക്ക്. റെഡി? ചേട്ടൻ ഇറക്ക്. എന്നെയൊക്കെ സൂക്ഷിച്ച് വെക്കണേ. ചേട്ടാ പതുക്കെ പതുക്കെ ഇറക്കണം. പെണ്ണും അലൂമിനിയം. സമാധാനമായി. അപ്പോ പ്രസിഡന്റ് ആവുന്ന കാര്യം? പ്രസിഡന്റ്? അതെ, അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. അയ്യേ, ഞാനെങ്കില്ല. ചേട്ടൻ ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന കാര്യമാണെന്ന് വിചാരിച്ചു കാണും. പോക. ഇനിയിപ്പോ അതിനാണെങ്കിലും ഞാനില്ല. ചേട്ടാ, ഇത് തമാശയല്ല. ഞാൻ എന്ത് വേണം? എല്ലാം കൂടെ ഒരു 1 ചെലവാകും. ചേട്ടൻ പകുതി എന്നാ മതി, 50. ബാക്കി അത്രേ ഉള്ളൂ. എങ്കിലും 5 പ്രാവശ്യം ആയേക്കാം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേട്ടൻ സമ്മതിക്കുന്നു. എല്ലാവരെയും വലിയ ഇഷ്ടമാ. ഇളകിയ മനസ്സാ, ആരെന്ത് ചോദിച്ചാലും കൊടുക്കും. ഓയ്യോ, 50ന്റെ ഒരു കെട്ടുമായിട്ട് ഇപ്പൊ വരും. 5, 25, 250 രൂപ. 250 രൂപയോ? ചേട്ടാ, 50 എന്ന് പറഞ്ഞത് 50,000 രൂപയാ. 50,000 രൂപ. അമ്പല കമ്മിറ്റി പ്രസിഡന്റ്. അയാൾ ഇങ്ങനെ കൈയൊഴിയുമെന്ന് നമ്മൾ വിചാരിച്ചു. അയാളെ പറ്റി കുറച്ചുകൂടി നല്ല ധാരണയായിരുന്നു എനിക്ക്. എനിക്ക് ഇപ്പോഴൊരു സംശയം. ഇയാള് ദുബായ് തന്നെ ആയിരുന്നോ അതോ വല്ല ബോംബെ? ഒന്ന് ചുമ്മാ ഇരിക്കേ. അല്ല, ഈ ദുബായ്ക്കാരെ നമ്മളും കുറച്ച് കണ്ടിട്ടുണ്ടേ. അത് വിട്. ഇനിയിപ്പോ വേറെന്താ വഴി ആലോചിക്കും. വേറെന്ത് വഴി? നിങ്ങളെ വിശ്വസിച്ച ഞങ്ങളിപ്പം പെരുവഴിയിലായി. എന്നാ പെരുവഴിന്ന് തന്നെ തുടങ്ങാം. ഈ ഉത്സവം ഒന്ന് പൊടി പൊടിച്ചിട്ട് വേണം എനിക്ക് ആദ്യം തിരുമേനോട് കണ്ട വർത്തമാനം പറയാം. നമുക്ക് കലക്കാവുന്നേ. ഞാൻ അപ്പുറത്തോട്ട് ചേട്ടാ, എന്തെങ്കിലും സംഭാവന ചെയ്യൂ, പുണ്യം കിട്ടും. കാശ് കൊടുത്തിട്ടുള്ള പുണ്യം ഒന്നും വേണ്ട. ദരിദ്രവാസി ജന്മത്തിനൊന്നും പുണ്യം കിട്ടാൻ പോണില്ല. കൈകാലാവതില്ലാത്തവനാണ് ഈ ഭിക്ഷപാത്രത്തിൽ നിന്നാണ് അമ്മ 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 അമ്മോ അമ്മ 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 അമ്മോ അമ്മ അമ്മ അമ്മ. സത്യം പറയാമല്ലോ, നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഒരുപാട് ആക്കല്ലേ. ഞാനൊന്ന് ഓഫീസിൽ പോയി തല കാണിച്ചിട്ട് വരാം. പിന്നെ
ഇതും കുലുക്കിക്കൊണ്ട് ഇവിടെ നിന്നാ മാത്രം പോരാ. രസീത് ബുക്കുമായിട്ട് വീട് വീടാന്തരം കയറി ഇറങ്ങിക്കോ. ഞങ്ങളിതാ ആ, വീട് ഇറങ്ങി വീടാന്തരം ഇറങ്ങി കഴിഞ്ഞു. ഞാനിപ്പോ വരാം. ആ രസീത് ബുക്കും തൊട്ടി എടുത്തോ. കംപ്ലീറ്റ് എടുത്തോ. പേടിക്കുന്ന വലിയ പരുക്കൊന്നുമില്ല. എവിടെയാ? അടുത്ത ഫ്ലോറില്ല, 102. അല്ല പക്ഷേ ആ പോയത് നമ്മുടെ സുഭദ്രാമ്മയുടെ മോളല്ലേ? ആണെങ്കിൽ അല്ല ഈ കുട്ടി എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടം വരെ വന്നത്? ഇവര് തമ്മിൽ വല്ല ജഗപുകയും കാണുമായിരിക്കും. വെറുതെ അല്ല തന്നെ നാട്ടുകാർ മുഴുവൻ തുരപ്പം വാസം എന്ന് വിളിക്കുന്നത്. എന്ത് കണ്ടാലും ഒടുക്കലത്തെ ഒരു ജഗപക. എന്താ പറോ ഇത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പറ്റിയിരുന്നെങ്കിലോ? എന്ത് ചെയ്യാനും മടിക്കാത്തവനാ. വേണ്ട, ഉത്സവം കമ്മിറ്റി ഒന്നും നമുക്ക് വേണ്ട. ആർക്ക് വേണ്ടെന്ന്? നമുക്ക് കൊരങ്ങൻ നശിപ്പിച്ചു. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ നാട്ടുകാർ കുറച്ചുപേര് വെളിയിൽ നിൽപ്പുണ്ട്. ഏത് നിമിഷം ഇങ്ങോട്ട് കയറി വരും. നാട്ടുകാർ ഒരുപാട് പേരുണ്ട്. അധികം പേരൊന്നുമില്ല, ഒരു 10,000 പേര് വരും, അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും. എന്താണ്? ആ കുടവഞ്ഞെടു. നീ ഇപ്പൊ വെള്ളം കോരാൻ പോണ? ആ കുടം അല്ലടാ, പിന്നെ? പിരിവ് കുടം. അമ്പലപ്പിരിവ് ഇവിടെയും ആകാം. സിമ്പതിയുടെ പേരിലാകുമ്പം എന്തെങ്കിലും കൂടുതൽ കിട്ടും. അതൊരു ഐഡിയ ആണ്. കോടം ഇവിടെ തന്നെയുണ്ട്. പാർവതിക്കും ഉദാരമായി സംഭാവന ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് നിർത്താറായില്ലേ? നിർത്താറൊന്നും ആയിട്ടില്ല അല്ലേ?